ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെ നടക്കാൻ പോകുന്ന റിവ്യൂ ആണ് കേട്ടോ പറയാൻ പോണത്. അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ലാവണ്യേനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി അശ്വിൻ വരുന്ന കാര്യമായിരുന്നു. അങ്ങനെ അശ്വിൻ ലാവണ്യേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. അപ്പോൾ ലാവണ്യ അശ്വിൻ ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അശ്വിനും ഇങ്ങനെ പിടിക്കുന്നുണ്ട്, ചേർത്തിനെ പിടിക്കുന്നുണ്ട്. ആദ്യം അത് ശ്രുതി ചിരിച്ചുകൊണ്ട് കാണുമെങ്കിലും പതുക്കെ പതുക്കെ ശ്രുതിയുടെ കണ്ണ് നിറയാൻ തുടങ്ങും. പെട്ടെന്ന് അശ്വിൻ ശ്രുതിയുടെ മുഖത്ത് നോക്കണം. അപ്പോൾ ശ്രുതിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, ഈശ്വര എൻ്റെ കണ്ണ് നിറയേണ്ട ആവശ്യം എന്താണ്? ഇത് കാണുമ്പോൾ എനിക്ക് ഇത്രമാത്രം ദേഷ്യവും അതുപോലെ തന്നെ വിഷമവും വരേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവിടെ നിന്ന് പോവുകയാണ്. തിരിച്ച് വീട്ടിലെത്തിയ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒരു ബോധവും ഇല്ല, ഓർമ്മയില്ലാണ്ട് അങ്ങനെ നടക്കുവാട്ടോ. കയ്യിൽ തേങ്ങ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ചേച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി തേങ്ങ എവിടെയാണ് വെച്ചത് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ശ്യാം പറയുന്നുണ്ട്, ശ്രുതി നിന്റെ കയ്യിലല്ലേ തേങ്ങയുള്ളത്, ഓ ഞാൻ മറന്നുപോയി എന്ന് പറയുവാണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാട്ടോ ശ്രുതി. അതുപോലെ തന്നെ പ്രീതിക്ക് ചായ കൊടുക്കുന്ന സമയത്ത് ചായ കൊടുക്കാണ്ട് കപ്പും ആ പ്ലേറ്റ് മാത്രമായിട്ട് കൊണ്ടുവന്നൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ എന്താ എനിക്ക് സംഭവിക്കണമെന്ന് അറിയാണ്ട് നമ്മുടെ പ്രീതി അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ചേച്ചിയുടെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയുമ്പോൾ പ്രീതി ചോദിക്കണ്ടേ, എന്താ നിനക്ക് എന്തുവേണമെങ്കിലും എന്നോട് ചോദിക്കാലോ എന്ന് പറയുവാണ്. ആ സമയത്ത് ശ്രുതി ചോദിക്കണ്ട്, ചേച്ചി എനിക്ക് ഭയങ്കര മറവി പോലെ ഫീൽ ചെയ്യുന്നു, മാത്രമല്ല ഇങ്ങനെ പെട്ടെന്ന് തന്നെ ശ്രുതി ഇങ്ങനെ ശ്രുതിയുടെ എൻ്റെ കാര്യമല്ല ചേച്ചി, എൻ്റെ കൂട്ടായത്തിലെ കാര്യമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് ഇനി നിൻ്റെ കാര്യമാണ്, ഇപ്പോൾ പറഞ്ഞ കൂട്ടായത്തിലെ കാര്യം. ശരിക്കും എന്താ നിൻ്റെ പ്രശ്നം എന്ന് പ്രീതി ചോദിക്കുമ്പോൾ അതെൻ്റെ കൂട്ടായത്തിലെ കാര്യം തന്നെയാണ് ചേച്ചി. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ഫ്രണ്ടിനുണ്ടല്ലോ ഒരാളെ കാണുമ്പോൾ വല്ലാത്ത ഒരു എന്താണ് വിഷമവും അതുപോലെ തന്നെ സന്തോഷവും സങ്കടമൊക്കെ ഒരുപോലെ വരുന്നുണ്ട്. അയാൾ വേറൊരാളുടെ അടുത്ത് കഴിഞ്ഞാൽ ചെറിയൊരു വിഷമം മനസ്സിൽ. അത് മാത്രമല്ല ഇപ്പോൾ ആണെങ്കിൽ പരിസരബോധം ഇല്ലാതെയാണ് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ശ്രുതി എന്ന് പറയുവാട്ടോ. അത് കേട്ടിട്ട് ശ്യാം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ശ്രുതി ഇതിനാകെ ഒരു അർത്ഥേ ഉള്ളൂ എന്ന് പറയുവാണ്. അതെന്താ ശ്യാം സർ പറയാവോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാം പറയുന്നുണ്ട്, നീ നിന്റെ കൂട്ടുകാരത്ത് പറ. ശ്യാമിനെ മനസ്സിലായിട്ടോ കൂട്ടുകാരെന്ന് പറയുന്നത് ശ്രുതിനെ തന്നെയാണ് ശ്രുതി ഉദ്ദേശിച്ചത്. ശ്യാമിനെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ശ്യാം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ നിന്റെ കൂട്ടുകാരത്ത് പറ. ആ കൂട്ടുകാരത്തിൽ പറഞ്ഞല്ലോ ഒരു പുരുഷനെ കാണുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്നും ആ പുരുഷന് നാളെ കാണുമ്പോൾ അവളുടെ നെഞ്ച് പടപടാ ഇടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറ. അങ്ങനെ അവളുടെ നെഞ്ച് പടപടാ ഇടിക്കുന്നുണ്ടെങ്കിൽ അതിനാകെ ഒരു അർത്ഥേ ഉള്ളൂ എന്ന് പറയണം. അതെന്താ അർത്ഥമാണെന്ന് ചോദിക്കുമ്പോൾ അത് നാളെ ആവട്ടെ പറഞ്ഞു തരാം എന്ന് പറയുവാണ്. അതിനുശേഷം ശ്യാം മനസ്സിൽ വിചാരിക്കണം, അപ്പോൾ ശ്രുതി എന്നെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ തുടങ്ങി എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതി അപ്പോൾ നാളെ അശ്വിനെ കാണുമ്പോൾ എൻ്റെ നെഞ്ച് പടപടാ പിടക്കുന്നുണ്ടോയെന്ന് ഒന്ന് ശ്രദ്ധിക്കണം എന്ന് ശ്രുതിയും വിചാരിക്കുകയാണ്. അതേസമയം ലാവണ്യ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, ഇന്നത്തെ നവരാത്രി പൂജയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറയുകയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട ചെയ്യേണ്ടെന്ന് പറയുമ്പോൾ പ്ലീസ് ഒരു അവസരം എനിക്ക് താ മുത്തശ്ശി, ഞാൻ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാം. ശ്രുതി എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ശരി ലാസ്റ്റ് അവസരമുണ്ട് നിനക്ക്, നീ എല്ലാം ചെയ്യും എന്ന് പറയുകയാണ്. അതിനുശേഷം ലാവണ്യത്ത് പറയുന്നുണ്ട്, നീ വീട്ടിലേക്ക് അശ്വിൻ കൊണ്ടുവന്നു ശരിയാണ്, പക്ഷെ കല്യാണക്കാര്യം ഇതുവരെ അശ്വിനൊരു തീരുമാനം പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ലാവണ്യ ഒന്നും മിണ്ടുന്നില്ല. എന്തായാലും ഇപ്പോൾ പൂജയുടെ കാര്യമൊക്കെ ഞാൻ ചെയ്യട്ടെ മുത്തശ്ശി എന്ന് പറയുമ്പോൾ ശരി നീ ചെയ്തോ എന്ന് പറയുകയാണ്. അതിനുശേഷം ലാവണ്യ അവിടെ നോക്കുമ്പോഴേക്കും ഇത് എന്തൊക്കെയാണ് വെക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം നവരാത്രി പൂജയ്ക്ക് തുളസിയുടെ ഒരു ചെടി ഉണ്ടല്ലോ, തുളസി ചെടി, അതൊരു വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കിറ്റിൽ പൊതിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചേക്കാണ്. ലാവണ്യ അത് കാണുമ്പോഴേക്കും അയ്യോ ഇത് പുതിയ ചെടിയാണല്ലോ, ചെടികൾ ആരാ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചേക്കണം, ഇത് പുറത്ത് സൺലൈറ്റിൽ കൊണ്ടുപോയി വെക്കണം എന്ന് പറഞ്ഞിട്ട് സൂര്യപ്രകാശത്ത് ആ ചെടി കൊണ്ടുപോയി വെക്കുക കേട്ടോ. അങ്ങനെ മുത്തശ്ശി വരുന്നുണ്ട്. എന്തായാലും ലാവണ്യ പൂജാ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു മുത്തശ്ശി എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ഇരുന്ന പനിനീര് എവിടെ എന്ന് ചോദിക്കുകയാണ്. പനിനീരോ അതെന്തുവാന്ന് ചോദിക്കുമ്പോഴേക്കും മനോരമ പറയണ്ട റോസ് വാട്ടർ. റോസ് വാട്ടറോ അതിനെ എൻ്റെ റൂമിൽ കൊണ്ടേ വെച്ചു, അതെന്തിനാ നിന്റെ റൂമിൽ കൊണ്ടേ വെച്ചത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അത് ഡാർക്ക് സർക്കിൾ പോകാൻ വളരെ നല്ലതാണ്, അത് ഞാൻ എടുത്തു. ഓ ലാവണ്യ അതും കൂടി കൊണ്ടുപോവാ എന്നിങ്ങനെ പറയുകയാണ് മുത്തശ്ശി. ഓ അത് മുത്തശ്ശിയുടെ ഡാർക്ക് സർക്കിൾ പോകാൻ വേണ്ടി മേടിച്ചതാണോ, സോറി എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് ദേഷ്യം വരും കേട്ടോ. അയ്യോ ഇവിടെ തുളസി ചെടി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതോ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മനോരമക്ക് മനസ്സിലായ കാര്യമൊക്കെ കൈവിട്ട് പോയെന്ന് മനോരമ ലാവണ്യടുത്ത് പറയുന്നുണ്ട്, നിന്റെ ഫുൾ മാർക്ക് പോയി കേട്ടോ, നോക്ക് നീ കയറി വന്നതും നീ എല്ലാം കൊണ്ട് കലവെടുത്ത് ഒടിച്ചല്ലോ എന്നിങ്ങനെ ലാവണ്യടുത്ത് പറയുകയാണ്. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.